ഓക്കെ. ഇതൊക്കെ എടുത്തു. നമുക്ക് ഈ SN കോളേജ് ജംഗ്ഷനിൽ നിന്ന് ചെമ്പഴന്തിയിലൂടെ ശ്രീകാര്യ ഇടക്കുളത്ത് അവസാനിക്കുന്ന ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം 13 ഓഗസ്റ്റ്. സമയം പോലൊക്കെ 8:50. ഇതാണ് എൻ്റെ SN കോളേജിലേക്കുള്ള കവാടം. ചെമ്പഴന്തി SN കോളേജ്. ഇവിടെ ശ്രീനാരായണ 172ാമത് ഗുരുദേവ ജയന്തി 2026 ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച വൈദ്യുത ദീപാലങ്കാരവും സായാഹ്ന ഭക്ഷണമൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഗുരുദേവന്റെ ചെമ്പഴന്തിയുടെ പ്രധാന കവാടം. ഇവിടെ 172ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തിയോടുള്ള കലാസാഹിത്യ മത്സരങ്ങൾ ഓഗസ്റ്റ് 22, 23, 24 തീയതികളിൽ ഗുരുദേവ കൃതികളുടെ ആലാപനം, പ്രസംഗം, ഉപന്യാസ രചന, അവതാരം, ചിത്രരചന, ക്വിസ്, ശതശ്ലോക ആലാപനം, ആത്മോപദേശ ശതകം, ശിവശതകം ഇതെല്ലാമുണ്ട്. പിന്നെ ഗുരുദേവ കൃതികളുടെ ആലാപനം, ഉപന്യാസ രചന, അങ്ങനെ 172ാമത് ഗുരുദേവ ജയന്തി വളരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ് ഗുരുകുലം. അതിൻ്റെ ഭാഗമായി നാം ഈ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോയിട്ട് നമുക്ക് എത്തേണ്ട ഇടമെന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മാണ്ഡ ഘോഷയാത്ര നടക്കുന്ന അമ്പലത്തിൻ്റെ പേരെന്താണ്? ബ്രഹ്മാണ്ഡ ഘോഷയാത്ര കരിമ്പൂക്കോണം ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പൊ കരിമ്പൂക്കോണം ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അത് ചെമ്പഴന്തിയിൽ നിന്ന് ശ്രീകാര്യത്തോട്ട് പോകുന്ന വഴി എന്ന് പറയുന്ന ജംഗ്ഷനിൽ ഇടത്തോട്ട് കരിയത്തൂടെ കയറാവുന്നതാണ്. അപ്പോൾ ആ വഴിയാണ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഇതല്ലേ കാലമുക്ക് എന്ന് പറയുന്ന വഴിയും പോകാം. കുറച്ചുകൂടി സൗകര്യം പ്രേക്ഷകർക്ക് നടക്കാവുന്ന വഴിയെ പോകാമെന്ന് വെച്ചാൽ ജന്മസ്ഥലത്തെ വളരെ അടുത്താണ് ശ്രീകാര്യം. ഈ ഒരു പ്രകൃതം ഈ അടുത്ത കാലത്തൂടെ പുരോഗതിയിലുമാണ് അടുത്തതായി സ്ഥലത്തിൻ്റെ പേരാണ് ഇടവക്കോട്. ഇടവക്കോട്. ഓക്കെ. ഇടവക്കോട് ജംഗ്ഷൻ. ഒരു താഴ്ന്ന പ്രദേശമാണ് ചെമ്പഴന്തിയിലാണ്. നേരത്തെ വളരെയധികം കൃഷി എല്ലാം നടന്നിട്ടുള്ള പ്രദേശമാണ്. വയലും കൃഷിയൊക്കെ ഉണ്ടായിരുന്ന പ്രദേശം. ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഇടവക്കോട്. ഇടവക്കോടല്ലേ? തന്നെന്ന് അല്ല, വെഞ്ചാവോട്. സോറി വെഞ്ചാവോട് മാറിപ്പോയി. ഏവണ്ണോട്ടത്. അതെ കറക്റ്റ്. വെഞ്ചാവോട്. നമ്മുടെ അവിടെ നിന്ന് അപ്പൊ ഈ
ഇവിടെ ധാരാളം കുളങ്ങളുണ്ടായിരുന്നു. അത് ഈ നെൽകൃഷിക്ക് വേണ്ടി ഉണ്ടായിരുന്ന കുളങ്ങളാണ്. ഈ കുളങ്ങൾ വരാൻ കാരണം ഇത് നേരത്തെ വെവ്വേറെ മറ്റു ഡാമുകളൊക്കെ വരുന്നതിനൊക്കെ വല്ല നദിയുമായിരുന്നതാണ്. ഡാമിലെ വെള്ളം നിറച്ച് ഇപ്പോൾ കാലക്രമേണ ആ നദി ഒഴുകിയിരുന്ന പ്രദേശത്ത് കുളങ്ങൾ വെട്ടി ആൾക്കാർ കൃഷി നെൽകൃഷി നടത്തി. അതാണ് ഇപ്പോൾ ഈ താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങൾ. പണ്ട് കാലത്ത് ഇതേപോലെ ജലദൗർലഭ്യമൊന്നും ഇല്ലല്ലോ. ഇന്നിപ്പോ എന്താ മുല്ലപ്പെരിയാറിലെ വെള്ളമെല്ലാം തമിഴർക്ക് കൊടുക്കുകയാണെങ്കിലും നമ്മളിവിടെ സിറ്റിയിൽ വെള്ളം കുടിക്കാതെ കിടക്കുകയാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ കുറച്ച് കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10-45 വർഷങ്ങൾക്ക് മുമ്പ് റോഡിലെല്ലാം ചെറിയ ചെറിയ ടാപ്പുകൾ അവിടെ ഉള്ളതാണ്. ആർക്ക് തന്നെ വെള്ളം കുടിച്ചിട്ട് പോകാമായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ കേരളീയർ ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഡാമുകളിലെ വെള്ളമെല്ലാം തമിഴ്നാട്ടുകാർക്ക് കൊടുത്തിട്ട് അവരവിടെ നിന്ന് മിനറൽ വാട്ടർ ആക്കി കുപ്പിയിലാക്കി നമുക്ക് തിരിച്ചു തരുന്ന ഒരു സമ്പ്രദായം. ഇത്തരം ഒരു മണ്ടന്മാരാണ് നമ്മളെ കേരളീയരെന്ന് പറയുന്നത്. തമിഴിന് വെള്ളം ഫ്രീയായിട്ട് കൊടുത്തിട്ട് അവര് അത് മിനറൽ വാട്ടറാക്കി തിരിച്ചു തരുമ്പോൾ കാശ് കൊടുത്ത് നമ്മളെ വെള്ളം കുപ്പിയിൽ മേടിക്കുന്ന ആൾക്കാരാണ് കേരളീയർ. അതിന് കൂട്ടുനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം. ആ രാഷ്ട്രീയ സംവിധാനം ഇവിടെ ഒരു പുതിയ തലമുറ ജനിച്ചുകൊണ്ട് ഒരു പുതിയ തലമുറ അധികാരത്തിലെത്തുന്ന കാലത്ത് ഇതെല്ലാവരും ഈ 60കളിലെ ആൾക്കാർ എന്ന് വെച്ചാൽ ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ് 60-നകത്തുള്ളവരെല്ലാം നമ്മളെ വെള്ളം തമിഴന് കൊടുത്തിട്ട് തമിഴ് എന്ത് ചെയ്യുന്നു മിനറൽ വാട്ടർ മേടിച്ച് കുടിക്കാനാണ് വിചാരിക്കുന്നത്. ഈ തമിഴിന് തണ്ണി കൊടുത്തേ പറ്റുമോ, തണ്ണി കൊടുത്തേ പറ്റൂ. ഇവിടെ തിരുവനന്തപുരത്ത് തണ്ണിയില്ല. പിന്നെ ഇവിടെ തണ്ണിയില്ല. നമ്മുടെ ഇവിടെ ഈ ടെക്നോ സിറ്റിയുടെ പേരെന്താണ്? കഴക്കൂട്ടം ടെക്നോ പാർക്ക്. ടെക്നോ പാർക്കിന് കുടിവെള്ളം കാണാൻ കാരണം കമ്പനികൾ കൂട്ടി പോകും. അപ്പോഴാണ് തണ്ണി തമിഴ് അതും ഫ്രീ ആയിട്ട്. ഇത്തരം ബുദ്ധിമാന്മാരാണ് കേരളീയർ. ഈ കേരളീയരുടെ ഇത്തരം ബുദ്ധികളെല്ലാം മാറ്റി നമ്മുടെ ഇവിടുത്തെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പോലെ എല്ലാ ജംഗ്ഷനുകളിലും ഇതെല്ലാം പൈപ്പും ഒക്കെ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിന് പുതിയ തലമുറ ആ ഒരു ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചെറ്റാലമുക്ക് കഴിഞ്ഞ് കരിയം എന്ന് പറയുന്ന പ്രദേശത്തോട്ടാണ്. ആ കരിയത്തൊന്നാണ് മുന്നോട്ട് പോകുന്നത്. കരിമ്പൂക്കോണം. കരിമ്പൂക്കോണം എന്ന് പറഞ്ഞാൽ നേരത്തെ അവിടെ ഒരു ഏലയായിരുന്നു. ഏലയെന്ന് പറഞ്ഞാൽ നെൽകൃഷിക്ക് പേര് കേട്ട സ്ഥലമായിരുന്നു കരിമ്പൂക്കോണം. കരിമ്പ് കൃഷിയും കാണും, അതായിരിക്കും കരിമ്പൂക്കോണം എന്ന് പേര് കേട്ട. അപ്പൊ നെൽകൃഷിയും കരിമ്പ് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന ആ സ്ഥലം ഇപ്പോഴ് അതെല്ലാം നികത്തി ഒരു 10-20 കൊല്ലത്തിനകത്താണ് നിലം നികത്തലെല്ലാം നടത്തി. നിലയെല്ലാം നികത്തി എല്ലാ പാർട്ടിക്കാരും കൂടെ ഒരുമിച്ചാണ് വന്നിട്ട് വന്നത്. അതിൽ പാർട്ടി വ്യത്യാസമില്ല. നിലം നികത്താൻ ഒരു പാർട്ടിക്ക് പാർട്ടി വ്യത്യാസമില്ലാതെ അവര് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഒന്ന് മണൽ കടത്തുന്നതിന്, പിന്നെ പാറ പൊട്ടിക്കുന്നതിന്, നെല്ലി അടിക്കുന്നതിന്, പിന്നെ നിലം നികത്തുന്നതിന്. ഏത് ഭരണം മാറിയാലും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കാശ് വാരുന്ന മേഖലകളാണ് ഇത്.
അപ്പോൾ അത്തരം കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം കഴിഞ്ഞ ഭാഗത്ത് അടുത്തെത്തി. ഇവിടെ തന്നെ പോകുന്ന വഴിയിൽ തന്നെ അതിവിശാലമായ കുളമുണ്ട്. അപ്പോൾ ശ്രീകാര്യം ഒരു 2-3 കിലോമീറ്ററിനകത്ത് ഒരു 10-20 കുളമെങ്കിലും കാണും പല സ്ഥലത്തായിട്ട്. അത്രയ്ക്ക് ജലം സുലഭമായി ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു. അത് ഇന്ന് നമുക്ക് ഈ ജനസംഖ്യകളിലൊന്നും ഒരു താപ്പ് പോലും ഇല്ല. നമ്മുടെ ഇവിടെ നിന്ന് കൊടുക്കുന്ന വെള്ളം നാഗർകോവിൽ നിന്ന് അവരെ തിരിച്ച് നമുക്ക് ഞങ്ങൾക്കായി. അപ്പോൾ അങ്ങനെ നമ്മുടെ തനിയല്ല എന്നെ പോകുന്നു എന്ന് എവിടെ പോകുന്നു എന്നും അറിയത്തില്ല. ഇതെല്ലാം 2-3 MLA-മാർക്കൊക്കെ വേണ്ടി നമ്മുടെ ഭരണാധികാരികൾ ചെയ്ത നെറുകേടിന്റെ പ്രശ്നം കൂടിയാണ്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ നമ്മുടെ കരമ്പൂർമണ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണ് ഞങ്ങൾ ഈ തിരിഞ്ഞ റോഡ്. അവിടെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന MG റോഡിൽ കേശവദാസപുരത്ത് എന്ന് കയറുന്ന റോഡാണ്. അതിൽ ഇപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇനി ഇവിടെ തന്നെ ഉള്ള ഒരു അതിവിശാലമായ ഒരു കുളമാണ്. ഈ കുളമൊക്കെ ഒന്ന് പിടിച്ചാൽ അതിവിശാലമായ ഈ കുളത്തിൻ്റെ ചുറ്റും മതിലൊക്കെ കെട്ടി ചെടികളും വെച്ച് ആൾക്കാരെ പാർക്ക് പോലെ ഉപയോഗിക്കുന്നുമുണ്ട്. നടക്കാനും മറ്റും വരുന്നുണ്ട്. ഇവിടെ കൃഷിക്ക് വേണ്ടി, നെൽകൃഷിക്ക് വേണ്ടിയാണ് ഈ കുളം പണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത് നമ്മുടെ ശ്രീകാര്യത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുക. ഇവിടെ എന്നെ കാണുന്ന വഴികളല്ല ശ്രീകാര്യഘട്ടം. എല്ലായിടത്തും പുതിയ റോഡുകളാണ്. പല കാര്യങ്ങളുടെ പൈപ്പിലും കൂടെ കുരുങ്ങി ഒരു ശാസ്ത്രീയമായ രീതിയിൽ റോഡ് സംരക്ഷിക്കുന്ന പരിപാടി നമ്മുടെ കോർപ്പറേഷനില്ല. കോർപ്പറേഷൻ നോക്കുന്നത് അവസാനം 1 മാസം ഉള്ളപ്പോൾ മാർച്ച് മാസത്തിൽ എല്ലാ പണിയും നടത്തി ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വയൽ നോക്കാൻ പോലും അവസരം കൊടുക്കാതെ ഇവര് ആ ഫണ്ട് അത് നിലമണ്ണം വിനിയോഗിച്ചിട്ടുണ്ടെന്ന് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥന്മാർ ഫിനാൻസിൽ ഇരിക്കുന്നവർക്ക് നോക്കാൻ പോലും സമയം കിട്ടുന്നില്ല. മാർച്ച് മാസം അങ്ങനെ വയലിൽ അവിടെ വന്നറിയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഈ റോഡിൽ കുഴിയും വരുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. കോർപ്പറേഷൻ്റെതായാലും ഭരണം മാറിയാലും എല്ലാം ഓരോ പുറം ചെത്ത മാറുന്നെന്ന് മാത്രമേ ഉള്ളൂ. പ്രവർത്തനം എല്ലാം ഒരേപോലെ. ഈ ഭാഗത്തെ റോഡുകളെല്ലാം ഈ അടുത്ത സമയത്ത് ഈ ഉത്സവ സമയത്ത് മാർച്ച് മാസത്തിൽ റീടാറും മറ്റുമൊക്കെ ചെയ്തതാണ്. അങ്ങനെ നമ്മുടെ കരമ്പൂർവ്വം തേടിയിട്ടുണ്ട്. എന്താണ് നല്ല വിശാലമായ വയലായിരുന്നു. ഇതെല്ലാം നികത്തി ഇപ്പോൾ കരമ്പൂർവ്വം മുഴുപ്പുര ഭദ്രകാളി ദേവീ ക്ഷേത്രവും ക്ഷേത്രാരാധനയും കൃഷിയെല്ലാം നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ പ്രധാന കൃഷിയെന്ന് പറഞ്ഞാൽ അമ്പലം ഉണ്ടാകുന്ന പുരോഗതിയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അമ്പലം വികസിക്കുന്നത് നല്ല ഇതാണ് കരമ്പൂർവ്വം ദേവീ ക്ഷേത്രം.
അടുത്ത് തന്നെ ഈ ശ്രീകാര്യത്തിലുള്ള കുളമുള്ള നമ്മുടെ പ്രേക്ഷകർ കാണുന്നത് അടുത്ത് തന്നെ നമുക്ക് പോകുന്നതാണ് ഇവിടുത്തെ ഒരു മഹാദേവ ക്ഷേത്രം. ഇളംകുളം ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ വഴി ചെന്ന് കയറുന്നതാണ് ഇതാണ് ഇളംകുളം മഹാദേവ ക്ഷേത്രം. ഈ കാണുന്ന ഈ വലതുവശത്ത് കാണുന്നത് വയൽ നികത്തി വിൽക്കാനായിട്ടിരിക്കുന്ന പ്ലോട്ടുകളാണ്. പ്ലോട്ടുകളിൽ ലൈറ്റുമൊക്കെ സ്ഥാപിച്ച് അങ്ങനെ വികസനം വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ഈ എത്തേണ്ട പ്രദേശം എന്ന് പറഞ്ഞാൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിനടുത്താണ്. ശ്രീകാര്യം ജംഗ്ഷനിന് സമീപത്തുള്ള പ്രദേശങ്ങളാണ് ഈ കാണുന്നത്. ഇത് തന്നെ ഒരു 7-8 കുളങ്ങൾ ഉണ്ട് ഈ 1 കിലോമീറ്ററിനകത്ത്. അപ്പോൾ അറിയാലോ നെൽകൃഷിയൊക്കെ എവിടെ നിന്നാണ് അസ്തമിച്ചതും. ഒരു 10-15-20 കൊല്ലങ്ങൾ വരെ മുമ്പ് വരെ ഇതെല്ലാം വയലായിരുന്നു. പെട്ടെന്ന് കൃഷിയുടെ പുരോഗതിയുടെ ഭാഗമായി വേണമെന്ന് പറയാം. അതിന് മുമ്പ് ഈ വയല് ഉണ്ടായിരുന്നത് ചിലപ്പോൾ വെപ്പാറ ഡാമൊക്കെ വരുന്നതിനൊക്കെ നദിയായിരുന്നതാണ്. കാരണം ഈ വെള്ളം ഡാമിൽ നിന്നൊക്കെ തുറന്നു വിടുമ്പോൾ നദി അതിൻ്റെ യഥാർത്ഥ വഴികൾ തേടി എത്തുന്ന സംഭവം. അപ്പോൾ വർഷകാലത്ത് ഇവിടെയൊക്കെ ഡാം തുറന്നാൽ വെള്ളം ഇടിച്ചു മാറ്റുന്ന ഒരു പ്രദേശവും കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടും പണ്ടുകാലത്ത് നദിയായിരുന്ന പ്രദേശമാണ് പിന്നീട് വയനാട് പോയി. അത് പിന്നീട് കാലക്രമേണ ഇപ്പോൾ ആ വയലിൽ ആൾക്കാർ വീട് വെച്ച് താമസിക്കുകയാണ് ചെയ്യുന്നത്. വയലിൻ്റെ കരയിൽ വലിയ വലിയ ഫ്ലാറ്റുകൾ വരിക. ഈ കാണുന്നതെല്ലാം വയലായിരുന്നത് ഇപ്പോൾ വാഴക്കൃഷി പടയുമായി മാറ്റിയിരിക്കുകയാണ്. 10-40 നിലയുള്ള ഫ്ലാറ്റുകളാണ് ഇന്ത്യയിലെല്ലാം. അപ്പോൾ ഞങ്ങൾ ഈ സമീപിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശം പറഞ്ഞാൽ ശ്രീകാര്യം ജംഗ്ഷൻ കഴിഞ്ഞ് ഇപ്പുറത്തെ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഇളംകുളം കഴിഞ്ഞുള്ളത് കല്ലമ്പള്ളി. ശ്രീകാര്യത്തും കല്ലമ്പള്ളിയിലോട്ട് വരുമ്പോൾ അതിന് മധ്യ വെച്ചാണ് ഫ്ലൈ ഓവർ വന്ന് ശ്രീകാര്യം ജംഗ്ഷനിലെ ഫ്ലൈ ഓവർ വന്ന് അവസാനിക്കുന്നത് ഈ റോഡ് ചെന്ന് കയറുന്ന ഭാഗത്താണ്. അവിടെയാണ് മഹാദേവ ക്ഷേത്രവും. പണ്ട് കൃഷിയിടമായിരുന്നിടത്ത് ചെറിയ കാവുകളുണ്ടായിരുന്നു, കുളമുണ്ടായിരുന്നു. അത് ആൾക്കാർ ക്ഷേത്രമാക്കി മാറ്റിയതാണ് പ്രധാനമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ പണ്ട് ഗവൺമെന്റിന്റെ നെൽ കൃഷിക്ക് വേണ്ടി സ്ഥാപിച്ചിരുന്ന കുളങ്ങളെല്ലാം ഇപ്പോൾ ക്ഷേത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇടയിലൊരു വിഗ്രഹം വെച്ച് ഒരു വിഭാഗം ആൾക്കാർ അത് കയ്യേറി ചെയ്തുകൊണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് ഇതുവഴി ഒരു വഴിയുണ്ട്. പക്ഷേ റോഡ് പണി നടക്കുന്നതല്ല, അതുവഴി കയറാൻ പറ്റുന്നില്ല. സ്ഥലത്തിൻ്റെ പേരെന്താണ്? കല്ലമ്പള്ളി. കല്ലമ്പള്ളി സ്ഥലത്തോട്ട് തിരിഞ്ഞാൽ അവിടെ ഒരു വിശാലമായ കേരളത്തിൻ്റെ നടുവിലായി ഒരു ഹനുമാൻ എല്ലാം പ്രേക്ഷകർക്ക് കാണാം. എന്നാലും കേരളത്തിലെ പരിപാടികളും മറ്റും നടത്തി ചെയ്യാറുണ്ട്. ഇളംകുളം ശ്രീ മഹാദേവ
ക്ഷേത്രം റോഡ് വളരെ ശോചനീയമായി കിടക്കുകയാണ്. കേരളത്തിലേക്കുള്ള റോഡെന്ന് വേണമെങ്കിലും നമ്മുടെ സർക്കാർ ഇപ്പോഴേ നമ്മുടെ മറ്റേ എന്താ കാപ്പാധിപത്യ സുഖം കോർപ്പറേഷൻ ഇപ്പൊ സുഗതന്റെ കേസ് നോക്കാനേ സമയമുണ്ട്. സുഗതന്റെ കേസ് പ്രവർത്തിച്ച് കിടക്കുമ്പോ ശ്രീകാര്യത്തെ ജനങ്ങൾ ഇത്തരം കുണ്ടും കുഴിയും നിറഞ്ഞ സ്ഥലത്താണ്. ഇനി ഇത് മാർച്ചിന് ഒരു മാസം കൊണ്ട് ഒരു ശരിയാക്കി തരുമായിരിക്കും. മാർച്ച് മാസം ഒറ്റ മാസം കൊണ്ട് റോഡെല്ലാം ശരിയാക്കി ഉള്ള വണ്ടെല്ലാം അവർ കൊണ്ടുപോയിട്ട് ആ റോഡ് ശരിയായെന്ന് പറയും. അത് ഫിനാൻസിന് നോക്കാൻ പോലും സമയത്തില്ല. ഇതൊക്കെ എടുത്ത് വേണ്ട ഈ ഇത്തരം രീതികളൊക്കെ ഈ സംവിധാനത്തിൻ്റെ ഇത്തരം പ്രൂഫുകളെല്ലാം എടുത്ത് കളഞ്ഞ് എല്ലാ മാസവും റോഡ് പണിക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സ്ഥാനത്ത് ഇതാണ് അടുത്ത ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തൂടെയാണ് നമ്മൾ ഇപ്പോഴും സഞ്ചരിക്കുന്നത്. ഇതാണ് ഇളംകുളം മഹാദേവ. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ഫംഗ്ഷനൊക്കെ നടക്കുന്നതിനാലാണ് ദീപാലങ്കാരമൊക്കെ ഉള്ളത്. ഈ ക്ഷേത്രക്കുളവും ഒരു കാലത്ത് വയലിൻ്റെ ഭാഗവും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള കുളമായിരിക്കും ഇപ്പോൾ ക്ഷേത്രകുളമായി മാറിയിരിക്കും. നടുക്കൊരു ഹനുമാൻ പ്രതിഷ്ഠയാണ്. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കും. നല്ല കാഴ്ചയാണ്. ക്ഷേത്രത്തിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കുറച്ച് അന്നദാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ സാംസ്കാരിക ഉയരുന്നുണ്ട്. അതുപോലെ ഭക്തരെ ഇവിടെ ക്ഷേത്ര ആരാധനയ്ക്കായി വരുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ റോഡ് ഇതാണ്. ഇതുവഴി മുകളിൽ കയറി പോകാനുള്ള അവിടെ റോഡ് പണി നടക്കുന്നതിനാൽ മുകളിൽ കയറാൻ ഇവിടെ ഇളംകുളത്തുണ്ടായിരുന്ന ആർട്ടിപ്പോൾ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി കുറച്ച് ഉള്ളിലോട്ടാക്കിയിരിക്കുന്നു. പുതിയ ആർട്ടൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുവഴി കയറാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് തിരിച്ച് ഇതിൻ്റെ മറ്റൊരു വഴിയിലൂടെ ശ്രീകാര്യം ജംഗ്ഷനിൽ വരാമെന്ന് ആ വഴി തിരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ വടക്കോട്ടുള്ള വഴി ആ വഴിയിലൂടെ നമുക്ക് പോകാം. അല്ല ആ ആള് ഇറങ്ങിപ്പോയല്ലേ, നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കാം. ആ വഴി പിന്നീട് ഒരു ദിവസം ആകട്ടെ. ഇന്നിപ്പോൾ ഈ വഴി തന്നെ ആട്ടോ നേരെ പോകുമെങ്കിൽ നമുക്ക് വേറെ ഇവിടെ മണ്ണിട്ട് നികത്തി, അതുകൊണ്ട് വാഹനം കയറി വരാം. അപ്പോൾ ഇന്ന് നമുക്ക് ശ്രീകാര്യം ജംഗ്ഷനിലെ ഗുരുദേവ പ്രതിമയുള്ള അവിടെ ചെന്ന് ഈ ഇന്നത്തെ ഈ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കും. അപ്പോൾ നമ്മൾ ഇനി ശ്രീകാര്യം ജംഗ്ഷനിൽ വരുന്ന ഇന്നത്തെ ഗുരുദേവ പ്രതിമയാണ്. ഈ ഗുരുദേവ പ്രതിമ നമ്മുടെ ഭരണാധികാരികൾ എന്ത് ചെയ്യുമെന്നാണ് കാണുന്നത്. റോഡ് വികസനത്തിൻ്റെ ഭാഗമായി ഒക്കെയാണ് മറ്റുള്ള സ്റ്റേറ്റുകളിലാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിക്കേണ്ട സ്ഥലമാണ് ശ്രീകാര്യം ജംഗ്ഷൻ. ഇപ്പോൾ പ്രതിമകൾ പല തരത്തിൽ നിർമ്മിക്കുന്ന കാലഘട്ടമാണല്ലോ. ഏറ്റവും വലിയ പ്രതിമ കൈകൂടി പ്രതിമകൾ. അപ്പം ഗുരുദേവൻ്റെ ജന്മസ്ഥലത്തെ ഇതുപോലെയായ ഇടമാണ് പറഞ്ഞുകൊണ്ട് ആ
അതങ്ങനെ എടുത്തോ.